Good morning, all. Good morning, Miss. Okay, നമ്മള് ലോണ്ടറി ആൻഡ് ക്ലീനർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ കഴിഞ്ഞ ക്ലാസ്സില് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ അവിടെ വരെയിൽ എടുത്തതാ ആണോ? ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് കഴിഞ്ഞു. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ ഹോസ്പിറ്റലില് 4 പോയിന്റ് അല്ലെ മെയിൻ ആയിട്ട് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനും പേഷ്യൻസ് കംഫോർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിന്റെ കംഫോർട്ട് ആകാനും സാറ്റിസ്ഫൈഡ് ആകാനും. ദെൻ 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് ലോണ്ടറി ആൻഡ് ലിനൻ എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല. ഓക്കെ, അപ്പോ ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം. Planning for hospital linen and laundry services relates on. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ലോണ്ടറി ലിനൻ സർവീസസ് ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ എങ്ങനെയാണെന്ന് നോക്കാം. സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ലോണ്ടറി സർവീസസ് വേണമെന്ന് പ്ലാൻ ചെയ്യാം. ദെൻ കിങ് ആണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത് കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. എങ്ങനെയാ ടെക്സ്റ്റ് ബുക്കിൽ കൈൻഡ്സ് എന്നാണോ? KIND എന്നാണോ? അല്ല, കിങ് ആണ്. അപ്പൊ അതൊന്ന് കൈൻഡ് ആക്കാം കേട്ടോ. KIND എന്നാക്കാം, കിങ് അല്ല, കൈൻഡ് ആക്കാതെ. ഓക്കെ, ക്ലിയർ ആയോ? G എന്നുള്ളത് വെട്ടിക്കൊണ്ട് ഒന്ന് D ആക്കാതെ. കൈൻഡ്സ് ഓഫ് ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലിന്റെ തരം എന്ന് വെച്ചാൽ ചിലപ്പോ ചെറിയ ഹോസ്പിറ്റൽ ആകാം, അല്ലെങ്കിൽ കുറച്ചുകൂടി മൾട്ടി ഡെവലപ്ഡ് ഹോസ്പിറ്റലൊക്കെ ആകാം ഇല്ലേ? അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ തരം അനുസരിച്ചും then availability of linen and laundry services in adjoining area. Adjoining എന്ന് വെച്ചാൽ എന്താ മീനിങ്? മലയാളത്തിൽ എന്താ പറയാ? adjoining എന്ന് വെച്ചാൽ സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ളൊരു അവൈലബിലിറ്റി ഉണ്ടോ, അതായത് അലക്കു സർവീസുകളൊക്കെ ഉണ്ടല്ലോ, അത് സമീപ പ്രദേശങ്ങളിൽ ഉണ്ടോ എന്നൊക്കെ നോക്കുക. വെതർ കണ്ടീഷൻ, കാലാവസ്ഥയുടെ എങ്ങനെയാണ്, നമുക്ക് തുണിത്തരങ്ങളൊക്കെ ഉണങ്ങി കിട്ടാനുള്ള കാലാവസ്ഥയുണ്ടോ. ടൈപ്പ് ഓഫ് ക്ലയന്റേഴ്സ് മീൻസ് ഉപഭോക്താക്കളുടെ തരം, അതായത് നമുക്ക് ക്ലയൻസിന് അധികം നമുക്ക് അലക്ക് സേവനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ക്ലയൻസിന് കിട്ടുമോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ ആൻഡ് ലോണ്ടറിയിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ജസ്റ്റ് പോയിന്റുകളാണ്, അത് അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സുകൾ 5 പോയിന്റുകളാണ് പ്ലാനിങ്ങിൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സേവനങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹോസ്പിറ്റലിലെ തരങ്ങൾ നോക്കുക, അതിന്റെ സൈസ് നോക്കാം, ദെൻ സമീപ പ്രദേശത്ത് ലോണ്ടറി സേവനങ്ങൾ ഉണ്ടോ, ദെൻ കാലാവസ്ഥ അനുയോജ്യമാണോ, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ഓഫ് മീൻസ് പലതരത്തിലുള്ള ഉപഭോക്താക്കൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ. അത് 5 പോയിന്റ് ആണ്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അഡ്ജോയിനിങ് എന്ന് വെച്ചാൽ സമീപ പ്രദേശങ്ങൾ, അടുത്ത് വേറെ ഏതെങ്കിലും ലോണ്ടറി സർവീസസുകളൊക്കെ ഉണ്ടോന്ന്. ഓക്കെ, സമീപ പ്രദേശങ്ങൾ മലയാളത്തിൽ തൊട്ടടുത്തൊക്കെ നമ്മൾ പറയാറില്ലേ. അറിയില്ലാത്ത വേർഡ്സുകൾ ഒന്ന് മലയാളത്തിൽ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, വായിച്ചോ, കംപ്ലീറ്റ് ചെയ്തോ 5 പോയിന്റ്സുകൾ. ഇനി നോക്കാം. Mechanized laundry services has been established as the best method for washing linen. Underline ചെയ്യാം. Mechanized laundry services, അതായത് യന്ത്രവൽകൃത അലക്ക് സേവനം, അതായത് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടല്ലേ അലക്കുന്നത്. Mechanized laundry services has been established as the best method for washing linen.
തുണിത്തരങ്ങൾ അലക്കുന്നതിനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് സ്ഥാപിക്കുന്നത് മെക്കാനൈസ്ഡ് ലോണ്ടറി സർവീസസ് ആണെന്ന്. അതായത് യന്ത്രവൽകൃതമായിട്ടുള്ള ലോണ്ടറി അലക്ക് സേവനത്തെയാണ് നമ്മൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? അലൈൻ മെക്കാനൈസ്ഡ് ലോണ്ടറി സർവീസസ്. Then it is not only convenient but safer. അല്ലേ? അതായത് എന്താണ്? It is not only convenient, സൗകര്യപ്രദമാണ് അല്ലെ. നമുക്കൊരു എന്താണ്, നമുക്ക് അധികം വർക്ക് ചെയ്യണ്ട അല്ലെ, വർക്ക് ലോഡ് ഇല്ല, കൺവീനിയന്റ് ആണെന്ന്. ബട്ട് സേഫ്, എന്നാലും അത് സേഫ് ആണ്, സുരക്ഷിതമാണ്, ഡിപ്പെൻഡബിൾ ആണ്. Then cheaper when compared to other methods. മറ്റു മെത്തേഡുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിനെന്താണ് ചീപ്പർ റേറ്റ് ഒക്കെയാണെന്ന്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ ചീപ്പ് റേറ്റിലൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. then സുരക്ഷിതത്വമാണ്, ഡിപ്പെൻഡബിൾ ആണ്, വിശ്വസനീയവുമാണെന്ന്. നമുക്ക് തുണികളൊക്കെ മെക്കാനൈസറിൽ ചെയ്യുന്നത് നമുക്ക് സേഫ് ആണ്, കൺവീനിയന്റ് ആണ്, ചീപ്പർ റേറ്റ് ആണെന്ന്. മറ്റു മെത്തേഡുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ മെക്കാനൈസ്ഡ് ആണെന്ന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. The best method for washing linen എന്ന് പറയുന്നത് മെക്കാനൈസ്ഡ് ലോണ്ടറി ആണ്. Okay. Then next one, why are administrators choosing to outsource? എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഔട്ട്സോഴ്സ് ചൂസ് ചെയ്യുന്നത്? ഇനി ഔട്ട്സോഴ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, പറയുന്നുണ്ട് ഇതെല്ലാം നോക്കാം. Having a laundry department involves a lot of labor, advanced machineries, material and cost. അല്ലേ? അതായത് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്യുന്നത് ലേബേഴ്സ് ഉണ്ടാകും, ലോട്ട് ഓഫ് ലേബർ അല്ലേ. അതായത് ലോണ്ടറിയിലെ ജീവനക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, അഡ്വാൻസ്ഡ് മെഷീനറീസ് ഉണ്ടാകും, ഒത്തിരി എക്യുപ്മെന്റ്സുകളുണ്ട്, മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ് അല്ലെ. മെറ്റീരിയൽസ് ഉണ്ട്, ചിലവുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതാണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ തൊഴിലാളികളല്ല, ഒത്തിരി ലോട്ട് ഓഫ് ലേബേഴ്സ് ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള മെഷീനറികൾ വേണം, ചിലവുണ്ട് ഒത്തിരി അല്ലെ, കോസ്റ്റ് ഒരുപാട് വരുന്നുണ്ട്. മെഡിക്കൽ ലിനൻസ് ആർ, ലിനൻ തന്നെയാണോ? കുറച്ച് കറപ്ഷൻസ് ഉണ്ട് കേട്ടോ. മെഡിക്കൽ ലിനൻസ് എന്നാണോ? ആണോ? ടെക്സ്റ്റിലാണോ? അല്ല. ഓക്കെ, ലിനൻ എന്നാക്കാം കേട്ടോ. അത് LINENS, ലിനൻസ് എന്നാക്കാം. മെഡിക്കൽ ലിനൻസ് ആർ ഓൾവേസ് എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്. എക്സ്പോസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? മെഡിക്കൽ ലിനൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണികള് എപ്പോഴും എക്സ്പോസ്ഡ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷനും, അതായത് ഇൻഫെക്ഷൻസുകൾക്കും അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയലുകൾക്കും വിധേയമാണെന്ന്. എപ്പോഴും ആ ഹോസ്പിറ്റലിന്റെ തുണികളില് ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡോ ഫ്ലൂയിഡ്സോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളത് എപ്പോഴും അത് മീൻസ് അത് വിധേയമാണെന്ന്. അതിൽ അണുക്കളൊക്കെ ആകാറുണ്ടെന്ന്, ഇൻഫെക്ഷൻ ആയിട്ടുള്ള അണുക്കളും പിന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെർക്കുറിയോ അല്ലെങ്കിൽ നമ്മുടെ ലബോറട്ടറിയിലൊക്കെ ഉള്ള മെറ്റീരിയൽസ് ഒക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ വരാറുണ്ട്. If actual procedures are not followed, it would have a major effect on quality of service provided. When a professional medical laundry services of an external agency is to handle hospital linen with a high level of care as per specialized needs, it is known as outsourcing. കണ്ടോ? എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്നാണ് അണ്ടർലൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. When a professional medical laundry services, കണ്ടോ? When a professional, അണ്ടർലൈൻ ചെയ്യാണ്ട് അവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. When a professional medical laundry services of an external agency is to handle hospital linen with a high level of care as per the specialized needs, it is known as outsourcing. അതായത് ചില ഹോസ്പിറ്റലുകളിൽ ഓൾറെഡി അവിടെ തന്നെ ലോണ്ടറി സേവനങ്ങൾ ഉണ്ടായിരിക്കും. ചില ഹോസ്പിറ്റലുകൾ പുറത്തുള്ള ഔട്ട്സോഴ്സിനെയാണ് അവരെ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഇതുപോലെ ലോണ്ടറി സർവീസ് ചെയ്യുന്നവരുണ്ടാകും അല്ലെ. തുണികൾ ചിലപ്പോൾ അവര് നമ്മളുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും, അലക്കി കഴുകി തേച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുതരും. അതാണ് ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമെ കൊടുക്കുന്നത്. അപ്പോ ഈ ഹോസ്പിറ്റലിന്റെ തുണികള് മെഡിക്കൽ ലോണ്ടറി സർവീസസ് ചെയ്യുന്ന, അത് മാത്രം സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ലോണ്ടറി സർവീസസുകളുണ്ട്. അവര് അതൊരു എക്സ്പോർട്ടഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, കാരണം അവർ സ്ഥിരമായിട്ട് മെഡിക്കൽ ലോണ്ടറി സർവീസസ് ചെയ്യുന്നവരാണ്. സോ വെൻ എ പ്രൊഫഷണൽ, അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ലോണ്ടറി സർവീസസിനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് അവരെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്. അല്ലാതെ സാധാരണ ലോണ്ടറി സർവീസസിനെ ഏൽപ്പിക്കില്ല. കാരണം എന്താണ്? അത്രയും നമ്മള്
കെയറോട് കൂട്ടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസുകളൊക്കെ ഉണ്ട്. സോ എന്താണ്, നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറി സർവീസസിന് എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുള്ള ഒരു ഏജൻസിനെ നമ്മൾ ഏൽപ്പിക്കുന്നു. ഇറ്റ് ഈസ് ഹാൻഡിൽ ടു ലിവൻ വിത്ത് എ ഹൈ ലെവൽ ഓഫ് കെയർ. നല്ല രീതിയിലുള്ള കെയറോട് കൂടി തന്നെയാണ് അവര് ഹാൻഡിൽ ചെയ്യുന്നത്. ആസ് പെർ സ്പെഷ്യലൈസ്ഡ് നീഡ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നല്ല അത്രയും കെയറോട് കൂടിയിട്ടാണ് തുണികൾ വൃത്തിയാക്കി കൊടുക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഔട്ട്സോഴ്സിംഗ്. അങ്ങനെയുള്ള ഒരു സേവനത്തെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് സർവീസസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് ഹോസ്പിറ്റലിൽ ഉള്ളിലില്ല, മറിച്ച് പ്രൊഫഷണൽ ആയിട്ട് അവർ ചെയ്യുന്ന ഔട്ട്സോഴ്സ് പുറമെ ചെയ്യുന്ന ലോണ്ടറി സർവീസസ് നമ്മുടെ സ്ഥിരം ആ ഹോസ്പിറ്റലിന്റെ ലോണ്ടറി സേവനങ്ങൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള, അവർക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു ഔട്ട്സോഴ്സിംഗ് ഏജൻസിനെ ഏൽപ്പിക്കുന്നു. അവര് നല്ല ഹൈ ലെവൽ കെയറിൽ തന്നെ എന്താണ് ലോണ്ടറി സർവീസസുകൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, it depends on the practicability, science and economics of the hospital. When selecting a laundry services, administrators have to consider the following factors such as, അപ്പോ ഒരു ഹോസ്പിറ്റല് ലോണ്ടറി സർവീസസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് ഈ ഔട്ട്സോഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് തുടങ്ങിയ ഒരാൾക്കാരെ നമുക്ക് വിശ്വസനീയമായിട്ട് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല. സോ ഒരു ഹോസ്പിറ്റല് ഔട്ട്സോഴ്സ് ആയിട്ടുള്ള ലോണ്ടറി സർവീസസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഫസ്റ്റ് വൺ, സർവീസ് ക്വാളിറ്റി. അല്ലെ, അവരുടെ സേവന എങ്ങനെയാണെന്ന്, സേവനത്തിന്റെ നിലവാരം നമുക്ക് പുറമേ നമുക്ക് ചോദിക്കാം, ആളുകളോട് നമ്മൾ ചോദിച്ചറിയാം എങ്ങനെയുണ്ട് അവരുടെ സേവനം, നല്ലതാണോ, സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. റെപ്യൂട്ടേഷൻ ഓഫ് ദി സർവീസസ്, അവരുടെ പ്രശസ്തി. ഒരു പേര് കേട്ടാൽ ലോണ്ടറി സർവീസസ് ആണോ. നമുക്ക് ചില ഷോപ്പുകളൊക്കെ നമ്മൾ പറയും, എല്ലാവരും പറഞ്ഞു നല്ലൊരു പേര് കേട്ട ഷോപ്പുകളൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ ഈ ലോണ്ടറി സർവീസസ് പേര് കേട്ടതാണോ, പ്രശസ്തിയൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പ്രൈസിങ് എക്യുപ്മെന്റ് യൂസ്ഡ്, അതായത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ എങ്ങനെയാണ്, നല്ല ഉപകരണങ്ങളാണോ അവർ ഉപയോഗിക്കുന്നത്, ഹൈ ലെവല് നല്ല കെയറോട് കൂടിയിട്ടാണോ അവര് തുണികൾ വാഷ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ഔട്ട്സോഴ്സ് ഏജൻസിനെ നമ്മൾ ലോണ്ടറി സർവീസസ് ഏൽപ്പിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തൊരു പോയിന്റുകൾ പറഞ്ഞിട്ട് ഒന്ന് വായിക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് ആർ. ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലെ തുണികള് ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസസിന് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് 3 അഡ്വാൻറ്റേജസ് പറയുന്നുള്ളൂ. മോർ കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ, അല്ലെ, കൂടുതൽ ചിലവ് കുറഞ്ഞൊരു നമുക്ക് പരിഹാരം കിട്ടുമല്ലോ, അധികം വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്, അതായത് ഇൻക്രീസ് നമ്മുടെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടും അല്ലെങ്കിൽ ഉത്പാദനക്ഷമതമായിട്ടും നമുക്ക് സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അതായത് നമുക്ക് അവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് നമുക്ക് ലോണ്ടറി സർവീസസ് ലഭിക്കുന്നു. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്, നല്ല രീതിയിലുള്ള പരിചരണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. എങ്ങനെയാ പരിചരണം കൊടുക്കാന്ന് പറഞ്ഞാല് നല്ല ലോണ്ടറി കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെ പേഷ്യൻസ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് അല്ലേ. നല്ല രീതിയിലുള്ള ഒരു കെയർ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാനും സാധിക്കുന്നു. അപ്പൊ 3 അഡ്വാൻറ്റേജസ് ആണ് ഔട്ട്സോഴ്സിംഗ് സർവീസസിന് വരുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. വൈ ആർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചൂസിങ് ഔട്ട്സോഴ്സ് കേട്ടോ, വായിച്ചു നോക്കാം. അഡ്വാൻറ്റേജസ് വരെ വായിക്കാം. ഔട്ട്സോഴ്സ് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധയോടുകൂടി വായിക്കാം. അഡ്വാൻറ്റേജസ് 3 പോയിന്റുകൾ കൃത്യമായിട്ടും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. മൊഡ്യൂൾ 1 ആണോ? മൊഡ്യൂൾ 1 നും 2 നമുക്ക് എക്സാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഓക്കെ, മറന്നുപോയോ? മൊഡ്യൂൾ 4 കേട്ടോ.
പുതിയ ബാച്ച് സലീന, പുതിയ ബാച്ച് മീൻസ് ഏത് ബാച്ച് ആയിരുന്നു? ജനുവരി സ്റ്റാർട്ട് ചെയ്തതാണ് മാഡം. അത് ഇപ്പോ ഓ 14 ബാച്ചാണോ? അതെ, ഇതിപ്പോ ക്ലാസ് ഏതിലാണെന്ന് അറിയുന്നില്ല. ഓക്കെ, അപ്പോ ക്ലാസ്സിന്റെ ലിങ്ക് ഡെയിലി കയറുന്നില്ലേ ക്ലാസ്സില്? ആ കേറി 4 ദിവസം കേറിയിട്ടുണ്ടായിരുന്നില്ല പണിയായിട്ട്. അപ്പൊ ഡെയിലി ക്ലാസ്സിന്റെ ലിങ്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇതാണോ ക്ലാസ് റൂമിൽ കയറി നോക്കിയതാ. വായിച്ചു നോക്കാം കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് വരെ ജസ്റ്റ് ഒന്ന് വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. നിങ്ങൾ ലിങ്ക് അനുസരിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറുന്നത്? നോക്കാം കേട്ടോ. അപ്പൊ ഓരോ ലിങ്ക് ഫസ്റ്റ് 4th മൊഡ്യൂൾ ആണ് കേട്ടോ. ഓക്കെ, 4th മൊഡ്യൂളിലെ ലോണ്ടറി ലിനൻ സർവീസ് പറഞ്ഞത് 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ്. ചിലപ്പോൾ ലിങ്ക് ഒന്ന് മാറിപ്പോയതായിരിക്കും കേട്ടോ. അതനുസരിച്ചിട്ട് ക്ലാസ്സിൽ കയറാം കേട്ടോ. ഓക്കെ, then next one നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. നമുക്ക് ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങൾ എങ്ങനെയൊക്കെയാണ് തരംതിരിക്കാം? നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള തുണികൾ ഉണ്ടാകും അല്ലെ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പല പല ഡിഫറെന്റ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ജനറൽ പർപ്പസ് ലിനൻ. ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തുണികൾ ഏതൊക്കെയാണെന്ന്. കർട്ടൻ, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത് എക്സെട്ര. കർട്ടനും സ്ക്രീനും മറ്റു ടേബിൾ കോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, ക്ലോത്തുകൾ, അതായത് ഡോക്ടേഴ്സിന്റെ റൂമിലൊക്കെ ഒരുക്കുന്ന ടേബിളിനുള്ള ക്ലോത്തുകൾ, ഇതൊക്കെയാണ് നമ്മൾ ജനറൽ പർപ്പസ് ഉപയോഗിക്കുന്നത്. പേഷ്യന്റ് ലിനൻ, പേഷ്യൻസിന് ഉപയോഗിക്കുന്ന തുണികൾ ഏതൊക്കെയാണെന്ന്. പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിംഗ് ഗൗൺസ്, കോട്ട്സ് എക്സെട്ര. കോട്ട്സ് പേഷ്യന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗൗൺസ്. ഇപ്പൊ സർജറിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഗൗൺസ് ഒക്കെ തരുമല്ലോ. സർജറിക്ക് നമ്മുടെ ഡ്രസ് ഇട്ടുകൊണ്ടാണോ സർജറി റൂമിൽ പ്രവേശിക്കുന്നത്? ആണോ? അല്ല, നമുക്ക് അവിടെ കയറാനായിട്ട് ഒരു ഗൗൺസും കാര്യങ്ങളൊക്കെ തരും. സോ സർജറിയുടെ ഗൗൺസും കോട്ട്സ് ഒക്കെയാണ് പേഷ്യന്റ് ലിനനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങള്. ദെൻ വാർഡ് ലിനൻ, വാർഡിന്റെ ഉള്ളിൽ നിന്നും വരുന്ന തുണികൾ ഏതൊക്കെയാണ്.
Clothing used in ward like bed sheet, blankets, pillow covers, etc. നമ്മൾ വാർഡിൽ വിരിക്കുന്ന നമ്മുടെ കട്ടിലയിൽ വിരിക്കുന്ന ബെഡ്ഷീറ്റുകൾ പില്ലോ കവറുകളൊക്കെയാണ് ഇതിൽ വരുന്നത് ബ്ലാങ്കറ്റ്സുകൾ. Then OT, operation, labor room, procedures to clean. ഇവിടെ വരുന്നത് എന്തൊക്കെയാണ് ലേബർ റൂമിലൊക്കെ വരുന്ന സർജിക്കൽ ഗൗൺസ്, സ്ക്രബ് സ്യൂട്ട്സ്. സ്ക്രബ് സ്യൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മെഡിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഒക്കെ ഉപയോഗിക്കുന്ന കോട്ടുകളൊക്കെ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന കോട്ടുകളും ഗൗൺ, ക്യാപ്പ് എക്സെട്ര. ക്യാപ്പും ഗൗണൊക്കെ ഇത്രയുമാണ് നമ്മൾ ക്ലാസിഫിക്കേഷനോ ഈവൻ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മൾ തുണികൾ ശേഖരിച്ചിട്ട് ആ തുണികളൊക്കെ നമ്മൾ ലോണ്ടറിയിൽ വാഷ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർ ഹെൽത്ത് കെയർ ലോണ്ടറി പ്രൊസീജിയേഴ്സ് ആൻഡ് disinfecting are very important to infection control and prevention of spread of diseases. അപ്പൊ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ലോണ്ടറി പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഡിസിൻഫെക്ടിങ്ങും അണുക്കളൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് ഉപയോഗിക്കുന്ന തുണികളില് പേഷ്യൻസിന്റെ ആയാലും ബ്ലഡോ ഫ്ലൂയിഡ്സോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെല്ലാം അണുവിമുക്തമാക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. അതിന് നമ്മൾ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനും prevention of spread of diseases, രോഗങ്ങളെ രോഗങ്ങൾ പകരുന്നത് തടയാനും ഒരു പരിധി വരെ നമ്മുടെ നല്ലൊരു ലോണ്ടറി പ്രൊസീജിയേഴ്സ് ആവശ്യമാണെന്ന്. നല്ലൊരു ലോണ്ടറി ആണെങ്കിൽ നമുക്ക് ഡിസിൻഫെക്ഷൻ അണുമുക്തമാക്കാനും അതുപോലെ തന്നെ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ തടയാനും നമുക്ക് സാധിക്കുകയുള്ളൂ. It is very important to establish and carry out the healthcare laundry guidelines to make sure that staff have right protection and safety. Common practices are ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ലോണ്ടറി സർവീസസ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശരിയായൊരു റൈറ്റ് പ്രൊട്ടക്ഷൻ, ശരിയായിട്ടുള്ള രീതിയിലുള്ള സംരക്ഷണവും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ലോണ്ടറി സർവീസസ് എന്നുള്ളൊരു അവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ടല്ലോ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. യൂസ് ഓഫ് PPE. എന്താ ഫുൾ ഫോം PPE? നമ്മൾ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സിലും പഠിച്ചിട്ടുണ്ട്. PPE എന്താണ് ഫുൾ ഫോം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുക. ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ. കറയായിട്ടുള്ള തുണികൾ ശേഖരിക്കാനായിട്ട് ഒരു ബാഗ് കൊണ്ടുവരിക. കാരണം ഇത് കയ്യിൽ എടുത്തുകൊണ്ട് പോകുകയല്ല വേണ്ടത്, ഒരു ബാഗ് കൊണ്ടുവന്നത്. ആ ബാഗിൽ വേണം നമ്മൾ സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണികൾ, സ്റ്റെയിൻഡ് മീൻസ് കറയായിട്ടുള്ള അല്ലെങ്കിൽ മൈദപ്പെട്ടിട്ടുള്ള തുണികൾ എന്ത് ചെയ്യുക, ബാഗിൽ വന്ന് കളക്ട് ചെയ്യുക. സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. അതായത് കറയുള്ളതും അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ളതും അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് വെക്കുക. Perform hand hygiene. Hand hygiene എപ്പോഴും കൈകളൊക്കെ വൃത്തിയായിരിക്കണം. Providing training on proper laundry handling. നല്ല രീതിയിലുള്ള ലോണ്ടറി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ്സ് ഒക്കെ സ്റ്റാഫുകൾക്ക് കൊടുക്കാന്ന്. ഇടയ്ക്ക് നമുക്കൊരു സേഫ് ആയിട്ടുള്ള സുരക്ഷിതത്തിന് വേണ്ടിയിട്ടൊരു ട്രെയിനിങ് ക്ലാസ്സുകൾ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ലോണ്ടറി സർവീസസിലെ സ്റ്റാഫുകൾക്ക് ഒരു ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. PPE കൊടുക്കുക, ബാഗ്സ് കളക്ട് ചെയ്യാൻ, അടുപ്പുള്ള തുണികൾ കളക്ട് ചെയ്യാനായിട്ടുള്ള ബാഗ് വേണം. ദെൻ സ്റ്റോർ സ്റ്റെയിൻഡ് വൃത്തിയുള്ളതായിട്ടുള്ളത് സെപ്പറേറ്റഡ് ആയിട്ട് തരംതിരിക്കുക. ഹാൻഡ് ഹൈജീൻ ഉണ്ടായിരിക്കണം. ദെൻ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ട്രെയിനിങ്സും കൊടുത്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ വായിച്ചു നോക്കിക്കോളൂ.
കംപ്ലീറ്റ് ചെയ്തോ, വായിച്ചോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പ്രോസസിംഗ് ഓഫ് സോളിഡ് ലിനൻ. സോളിഡ് ആയിട്ടുള്ള ലിനനുകൾ നമ്മൾ ശേഖരിക്കുന്നതും അത് കഴുകുന്നതൊക്കെ ആയിട്ടുള്ള പ്രോസസ് ആണ് നോക്കുന്നത്. അപ്പോൾ 4 പ്രോസസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ സോർട്ടിങ്. ഇത് സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ മലിനമായിട്ടുള്ള തുണികൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിങ്? സോർട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ സോർട്ടിങ് ചെയ്യുക. Used linen should be collected from each department and separated. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉപയോഗിച്ചിട്ടുള്ള തുണികൾ ശേഖരിക്കുക, അതിനെ സെപ്പറേറ്റ് ചെയ്യുക. ലിനൻ സ്റ്റെയിൻഡ് വിത്ത് തരംതിരിക്കുക. ലിനൻ സ്റ്റെയിൻഡ് എന്നായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അങ്ങനെയാണോ? എസ് എന്ന് ചേർക്കാട്ടോ അവിടെ. സ്റ്റെയിൻഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. അപ്പം തുണികള് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉപയോഗിച്ച തുണികള് ശേഖരിക്കുക, ദെൻ അതിനെ സെപ്പറേറ്റ് ചെയ്യുക. അതായത് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ദെൻ അങ്ങനെ ഇൻഫെക്ഷൻ ഒന്നും അല്ലാത്തതാണെങ്കിലും സെപ്പറേറ്റ് വെക്കുക. അങ്ങനെ മാറ്റി തരംതിരിക്കുക. ദെൻ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ അലക്കാനായിട്ട് ഓരോരുത്തരുടെ റൂമിലെ തുണികളൊക്കെ നമ്മൾ ശേഖരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ യൂണിഫോം ഒക്കെ ആണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. വൈറ്റ് കളർ ഡ്രസ് ഉണ്ടെങ്കിൽ വൈറ്റ് നമ്മൾ മാറ്റി വെക്കും. ഇല്ലേ? ചെയ്യാറുണ്ട് അങ്ങനെ. ചെയ്യുന്ന കാര്യമല്ല ഇതൊക്കെ ഡെയിലി ആണോ? ഓക്കെ, അപ്പൊ നല്ല ഡ്രസ്സുകളാണെങ്കിൽ ഒരുമിച്ച് അലക്കും, അല്ലെങ്കിൽ വീട്ടിലിടുന്നതൊക്കെ ആണെങ്കിൽ വർക്കിംഗ് ഡ്രസ് ഒക്കെ ആണെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് അലക്കാറ്. അതുപോലെയൊക്കെ തന്നെ ഇവിടെ നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്തു? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പോയി ശേഖരിച്ചു. ദെൻ ഫ്ലൂയിഡ്സ് ഉള്ളതൊക്കെ മാറ്റി വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് സ്ലൂയിസിംഗ് ആൻഡ് ഡിസിൻഫെക്ടിംഗ് ഇൻഫെക്റ്റഡ് ഓർ സ്റ്റെയിൻഡ് ലിനൻ. Stain the linen after soaking in 0.5% bleaching solution for 30 minutes. അതായത് സ്ലൂയിസ് നമ്മൾ ഇനി കഴുകലും അണുമുക്തമാക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതിന്റെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെയിൻഡ് ലിനൻ, അതായത് ഭയങ്കര കറയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കറയുള്ള തുണികളൊക്കെ നമ്മൾ ഒരു 5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 30 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നു. 30 മിനിറ്റ് നമ്മൾ കുതിർത്തി വെക്കുന്നത്. നമ്മള് വീട്ടിൽ കറയൊക്കെ ഉണ്ടെങ്കിൽ ബ്ലീച്ചിങ് ഇതിലൊക്കെ കറ പോണ സംഭവത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഒന്ന് അരമണിക്കൂറൊക്കെ ഒന്ന് വെക്കും. ഇല്ലേ? 30 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ് ബിഫോർ വാഷിംഗ്. നമ്മൾ ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ വാഷ് ചെയ്യുന്നത്. The soiled linen should be bundled and an entry should be made. The infected linen should be accounted for and handed over separately at this stage. The linen should also be inspected for tears and damages. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഈ 30 മിനിറ്റ് എന്ത് ചെയ്യുന്നു? 30 മിനിറ്റ് 5% ഒരു ബ്ലീച്ചിങ് സൊല്യൂഷൻസിൽ ആ കറ പോകാനായിട്ട് ഇടും. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഡിറ്റർജന്റില്ല മുക്കിയിട്ട് നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തെടുക്കുന്നു. ദെൻ ദ സോൾഡ് ലിനൻ ഷുഡ് ബി എന്താണ്? ഫിൽഡ് വിത്ത് ബണ്ടിൽ ആൻഡ്, അതായത് നമ്മൾ അഴുക്ക് പിടിച്ചിട്ടുള്ള തുണികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് ബണ്ടിലാക്കിയിട്ട് നമ്മൾ അലക്കിയിട്ടുള്ളത് മാറ്റി വെക്കും. നമ്മൾ അലക്കിയിട്ട് മാറ്റി വെക്കുമല്ലോ, മാറ്റി വെക്കാം. ദെൻ the infected linen should be accounted for and hand over separately. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ കറയുള്ളതിന് നമ്മൾ ബ്ലീച്ചിങ് പൗഡറിൽ 30 മിനിറ്റ് മുക്കി വെച്ചിട്ട് അതിനെ വാഷ് ചെയ്തെടുക്കുന്നു. ദെൻ അതിനെ വാഷ് ചെയ്തിട്ട് നമ്മൾ ബണ്ടിലാക്കി മാറ്റി വെക്കുന്നു. ദെൻ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡും ഫ്ലൂയിഡ്സ് ഒക്കെ ഉള്ളതിന് മാറ്റി വെക്കുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ട്. The linen should also be inspected for tears and damages. ഈ തുണികള് ആ ഒരു ടൈമിൽ ചിലപ്പോ എന്താണ് ഡാമേജസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ടിയേഴ്സ് ആൻഡ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിന്നി പോകാനോ അല്ലെങ്കിൽ ചിലപ്പോ നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ടെന്ന്. ഈ അലക്കുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള തുണികളൊക്കെ ആണെങ്കിൽ അവിടെ ആ ഒരു ടൈമിൽ ചിലപ്പോ എന്തെങ്കിലും മീൻസ് അത് നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. തുന്നലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് നമ്മൾ അലക്കുമ്പോ തുണികളൊക്കെ ചിലപ്പോ ഇങ്ങനെ പോവുകയോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. മൂന്നാമതായിട്ട് ചെയ്യുന്നത് അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സോൾട്ട് ചെയ്തു. തുണികൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പോയി എടുത്തു, തരംതിരിച്ചു വെച്ചു. ദെൻ നമ്മൾ അണുമുക്തമാക്കി ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ടു, മുക്കിയൊക്കെ വെച്ചു. 30 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തൊക്കെ എടുത്തു. എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് ഇടക്ക് മാറ്റി വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്തു. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ് ആൻഡ് അയണിങ്. അപ്പൊ നമ്മൾ തരംതിരിച്ച് വെച്ചിരിക്കുകയാണല്ലോ ഓരോന്നിനെ അണുമുക്തമാക്കി എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിന് മാറ്റി വെച്ചു. ഇത് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? വാഷ് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്തു, പിഴിയുന്നു, കണ്ടീഷൻ ചെയ്തു, അയണിങ് ചെയ്തു. The linen should be washed, taken out
conditioned and then ironed by laundry staff. Laundry staff എന്ത് ചെയ്യുന്നു, അത് വാഷ് ചെയ്തു, അത് പിഴിഞ്ഞു ഉണക്കി അയൺ ചെയ്ത് വെച്ചു. ഇൻഫെക്റ്റഡ് ലിനൻ ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വാഷിംഗ് മെഷീനിൽ അലക്കുന്നത്. ഒരുമിച്ചല്ല ഇടുന്നത്. ബ്ലഡും ഫ്ലൂയിഡ്സ് ഒക്കെ ഉള്ള തുണികളാണെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അലക്കുന്നത്. Then last one, pressing and folding. The pressed and folded linen should be stored in a dry place on racks. Then ഉണങ്ങിയ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, തുണികളൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്തു, മടക്കുക എന്നുള്ള മീനിങ് ആണ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. അയൺ ചെയ്തു, നമ്മൾ തുണികളൊക്കെ അലക്കി ഉണക്കി അയൺ ചെയ്തിട്ട് നമ്മളൊരു ഡ്രൈ പ്ലേസിൽ, റാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെൽഫ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ തുണിത്തരങ്ങൾ മടക്കി റാക്കുകളിൽ വെക്കുന്നു. Clean linen should be shifted, transported on a clean trolley to various area. So clean ചെയ്തിട്ടുള്ള തുണികളൊക്കെ മടക്കിയിട്ട് അത് ട്രാൻസ്പോർട്ട് മീൻസ് ഒരു ട്രോളിയിലൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ട്, ഇപ്പോ വാർഡിലേക്കുള്ള തുണികൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആയിട്ടുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ എത്തിക്കുന്നു. ഓക്കെ, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, അതാണ് 4 പ്രോസസ് ആയിട്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, തുണികൾ ആദ്യം ശേഖരിക്കുന്നു, അതിനാണ് മുക്തമാക്കുക, സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, വാഷ് ചെയ്യുന്നു, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് വാഷ് ചെയ്യുക, ദെൻ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തു തുണികളൊക്കെ നമ്മൾ അലക്കി വൃത്തിയാക്കി തേച്ച് മടക്കി റാക്സുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഓരോ അവിടേക്ക് ആവശ്യമായിട്ടുള്ള തുണികൾ എത്തിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, പ്രോസസ് വായിക്കാം കേട്ടോ. പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. Okay, complete ചെയ്തോ പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ? കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ? നെക്സ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുകയാണ് എടുത്തത്. നമ്മൾ ഈ വായിച്ച പ്രോസസ്സുകൾ ഉണ്ടല്ലോ, അതിന് തന്നെ ഒരു ഫ്ലോ ചാർട്ട് രൂപയുടെ തന്നിരിക്കുകയാണ്. നോക്കാം. ഫസ്റ്റ് വൺ സോർട്ടിംഗ്, ദെൻ സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. കഴുകുക, മുക്തമാക്കുക, ദെൻ വാഷിംഗ്, ദെൻ എക്സ്ട്രാക്ടിങ്, പിടിക്കുക, കണ്ടീഷനിങ് ചെയ്യുക, അയണിങ്, പ്രസിംഗ് ആൻഡ് ഫോൾഡിങ്, തുണികൾ മടക്കി വൃത്തിയാക്കി വെക്കുക. ഓക്കെ,
ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. സോർട്ടിങ്, സ്ലൂയിസിങ് അത് വായിക്കുമ്പോൾ തന്നെ ഒന്ന് പഠിച്ചു പോകുക കേട്ടോ ഫ്ലോ ചാർട്ട്. ഓക്കെ, ഫ്ലോ ചാർട്ട് ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞ പ്രോസസ് തന്നെയാണ്, അതിന് സിമ്പിൾ ആക്കിയ ഒരു ഫ്ലോ ചാർട്ട് രൂപേണ ആക്കിയിരിക്കുന്നത് മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറി. ഒരു ലോണ്ടറി സർവീസസിൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, sewing machine, etc. are some of commonly used equipment in laundry. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഒരു ലോണ്ടറി സർവീസസിൽ നമ്മൾ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു, ഹാൻഡ് ഡ്രയർ, ഹാൻഡ് ഡ്രയർ എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ പോലെ തന്നെ ചെറിയൊരു ടൈപ്പ് എക്യുപ്മെന്റ് ആണ്. ദെൻ ഡ്രയർ, തുണികൾ ഉണക്കാനായിട്ടും, ദെൻ തുണികൾ കൊണ്ടുപോകാനുള്ള ട്രോളി, എയർ കംപ്രസർ മീൻസ് എന്താണ് ഡ്രയർ ഒക്കെ പോലെ തന്നെ ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ സൂയിങ് മെഷീൻ എന്ന് വെച്ചാൽ നമ്മൾ തയ്യൽ മെഷീനില്ലേ, നമ്മളിപ്പോ എന്തെങ്കിലും കേടുപാടുകൾ തുണിക്ക് പിന്നലുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സൂയിങ് മെഷീൻസ്. ഇത്രയുമാണ് കോമൺ ആയിട്ട് ഒരു ലോണ്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ചെയ്ത് അണ്ടർലൈൻ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന്. ഓക്കെ, ദെൻ soiled or contaminated laundry handling is very vital for the safety and well-being of patients and staff. Patients എന്നാണോ അവിടെ കറക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്താം കേട്ടോ. പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ് എന്നാണ്. കറക്ഷൻ ഉണ്ടോ? DNTS എന്നാണോ ടെക്സ്റ്റിൽ കിടക്കുന്നത്? ഓക്കെ, DNTS എന്നല്ല, പേഷ്യൻസ് എന്നാക്കാം കേട്ടോ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ടെൻസ് എന്ന് വെട്ടിക്കൊണ്ട് പേഷ്യൻസ് എന്നാക്കാതെ. Patients and staff. Okay. Soiled or contaminated laundry handling is very vital for the safety and well-being of patient and staff. എന്താണ് മലിനപ്പെട്ടിട്ടുള്ള ഈ തുണികൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന്. ഫോർ സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് പേഷ്യൻസ്, സ്റ്റാഫുകളുടെ സുരക്ഷിതത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്, ഈ ലോണ്ടറി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. കാരണം അസുഖങ്ങളൊക്കെ പടരാനും നമ്മൾ പറഞ്ഞ ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികളൊക്കെ ഉണ്ട്. അപ്പൊ സോ അത് ഏറ്റവും പേഷ്യന്റിനും സ്റ്റാഫുകൾക്കും സുരക്ഷിതമായിരിക്കണം. Linen that comes in contact with the workers or individuals can become contaminated with injuries, microorganisms and body fluids. അതായത് ഈ തുണികൾ, അതായത് ഇൻഡിവിജ്വൽസ് ക്യാൻ ബിക്കം, അതായത് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന വർക്കേഴ്സിന്റെ, നമ്മള് ഇപ്പോ ലോണ്ടറി സർവീസസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ആ തുണികളിലും ഇഞ്ചുറീസ്, മൈക്രോ ഓർഗാനിസം, ചെറിയ ചെറിയ സൂക്ഷ്മജീവികളോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. Personal protective equipment PPE must be worn when infection is handled. അതുകൊണ്ട് ഈ ഇൻഫെക്ഷൻ ആയിട്ടുള്ള വസ്തുക്കൾ തുണികൾ ശേഖരിക്കുമ്പോഴും മസ്റ്റ് ആയിട്ടും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കണം. കാരണം ബോഡി ഫ്ലൂയിഡ്സും അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അവരുടെ ഡ്രസ്സിൽ പറ്റിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മസ്റ്റ് ആയിട്ടും PPE ധരിച്ചിരിക്കണം. All infected linen must be washed separately to other items. ഇതുപോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉള്ള തുണികൾ ഒരുമിച്ച് മറ്റ് ഇപ്പൊ ബെഡ്ഷീറ്റിൽ വരെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഇപ്പൊ ടേബിൾ ക്ലോത്തും കർട്ടനും
അങ്ങനെ ഒരുമിച്ച് കലക്കാൻ പാടില്ല. മറിച്ച് എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അലക്കുന്നത്. ഈ നോർമലി നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് അല്ലെ. ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികൾ ഒരുമിച്ച് കലക്കിയിട്ടുണ്ടെങ്കിൽ മറ്റു തുണികളിലേക്ക് ആ ബോഡി ഫ്ലൂയിഡ്സും അല്ലെങ്കിൽ ബ്ലഡും ഇൻഫെക്ഷൻ ഒക്കെ എന്താണ് പകരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വാഷ് ചെയ്യുക. ഓക്കെ, വായിച്ചു നോക്കുക. കോമൺ യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ ടിപ്പിക്കലി ലോണ്ടറി തുടങ്ങി നമ്മളിപ്പോ വായിച്ചു നോക്കിയത് വരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സിമ്പിൾ ആണ്, ഒരു പ്രാവശ്യമൊക്കെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവുന്ന പോർഷൻ ആണ്. ക്ലിയർ അല്ലേ? ആണോ? അതുകൊണ്ടാണ് ടീച്ചർ ഒരുപാട് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് വായിച്ചാലും മനസ്സിലാകാൻ പറ്റുന്ന രീതിയല്ലേ? ആണോ? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. നമുക്ക് ഒരുപാട് റിപ്പീറ്റേഷൻ ഒന്നും വേണ്ട, സിമ്പിൾ ആണ്. ഈ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Okay. Next one, what are the different type of laundry collected? ഇങ്ങനെയാണ് പലതരത്തിലുള്ള ലോണ്ടറി നമ്മൾ തുണികൾ കളക്ട് ചെയ്യുന്നത് നോക്കുന്നത്. First one, used linen. This type of linen has been used in patient care, but is not apparently tainted. Patients ഉപയോഗിച്ചിട്ടുള്ള തുണികളാണ്, പക്ഷെ അധികം കറകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള തുണികളാണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. ഓക്കെ, ഉപയോഗിച്ച തുണികളാണ്, പക്ഷെ ഇങ്ങനെ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒന്നും വരാത്ത തരത്തിലുള്ള തുണികൾ, അത്ര അഴുക്കുകളൊന്നും വരുന്നില്ല. Then soiled linen, മലിനമായിട്ടുള്ള തുണികൾ. This type of linen has been contaminated or stained as they come in contact with blood, body fluids, then secretions or excretion or other items. Secretion and excretion എന്ന് വെച്ചാൽ എന്താ? അതായത് ബ്ലഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുകളും, അതുപോലെ തന്നെ എന്താണ് സെക്രേഷനും എക്സ്പ്രഷൻസ് എന്തായിരിക്കും? അതായത് മലമൂത്ര വിസർജനങ്ങളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല. ഇപ്പൊ കിടപ്പായിട്ടുള്ള പേഷ്യൻസുകളൊക്കെ വരുമ്പോഴും അങ്ങനെയുള്ള ഇപ്പോ എന്താണ്, ഇപ്പൊ കുട്ടിയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പകർച്ചവ്യാധികള് പഴുപ്പൊക്കെ വരാനൊക്കെ പറയില്ല നമ്മള്. അങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ ഇതിനെയാണ് സോയിൽഡ് ലിനനിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻഫെക്റ്റഡ് ലിനൻ. അപ്പൊ അതൊക്കെയാണ് മീൻസ് മലിനപ്പെട്ട തുണികളാണ് നമ്മൾ ഈ പറഞ്ഞ ബോഡി ഫ്ലൂയിഡ്സും അങ്ങനെയുള്ള ഐറ്റംസുകൾ. ഇനി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകൾ എന്തൊക്കെയാണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ. This type of linen can be used or soiled linen. യൂസ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ മലിനപ്പെട്ടതുമായിട്ടുള്ള തുണികളാണ്. But from patient with a known to suspected infections. അതായത് നമ്മൾ സംശയിക്കുന്ന അണുബാധയെങ്കിലും സംശയിക്കുന്ന രീതിയിലുള്ള തുണികളാണ് എന്താ ഇൻഫെക്റ്റഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ചില പകരുന്ന അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള തുണികളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ അവർ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും എന്താണ് പെട്ടെന്ന് തന്നെ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുപയോഗിച്ച ഡ്രസ്സുകളും അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത്തരത്തിലുള്ളതൊക്കെ ആണെങ്കിൽ ഇതുപോലെ അവര് അത്രയും ഹൈജീനിക് ആയിട്ട് വേണം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. നെക്സ്റ്റ് വൺ, തിയേറ്റർ ലിനൻ. തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ അല്ലെ. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ ഓർ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ഇപ്പൊ സർജറിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, സർജറിക്കൊക്കെ കയറുമ്പോൾ നമ്മള് ഗൗൺസും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തരും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള തുണിത്തരങ്ങളൊക്കെയാണ് നമ്മൾ തിയേറ്റർ ലിനനിൽ ഉപയോഗിക്കുന്നത്.
ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോണ്ടറിനെ പറയുന്നത്. യൂസ്ഡ് ആയിട്ടുള്ള ലിനൻ, സോയിൽഡ് ലിനൻ, ദെൻ ഇൻഫെക്റ്റഡ് ലിനൻ. ഓക്കെ, വായിച്ചു നോക്കാം. 4 ടൈപ്സ് വായിച്ചു നോക്കിക്കോളൂ. Okay, then അതൊന്ന് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് വായിക്കാം. Should be safe from potentially infectious materials as well as for good hygiene practices. You should always use gloves when handling stained or contaminated laundry and should remove to change clean gloves before handling clean laundry. അപ്പോ എന്താണ്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻസ് മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സേഫ് ആയിട്ടിരിക്കണം. as well as for good hygiene, നല്ലൊരു ഹൈജീൻ ആയിട്ട് നമ്മൾ പിന്തുടരണം. You should always use gloves when handling stained or contaminated laundry. മലിനപ്പെട്ട സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണികൾ ശേഖരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് ഗ്ലൗസ് ധരിച്ചിരിക്കണം. Then remove to change clean gloves before handling clean laundry. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തുണികളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഈ ഗ്ലൗസ് ധരിക്കണം. Then നമ്മള് ബിഫോർ നമ്മള് ഹാൻഡിലിംഗ് ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി എടുക്കാനായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളത് എടുക്കുമ്പോൾ ഈ ഗ്ലൗസ് അഴിച്ച് കളഞ്ഞിട്ട് കൈകൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം ക്ലീൻ ആയിട്ടുള്ള തുണികൾ എടുക്കുവാൻ. അതായത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ശേഖരിക്കാൻ ഗ്ലൗസ് അത് കഴിഞ്ഞിട്ട് ഗ്ലൗസ് മാറ്റിയിട്ട് കൈ ഹാൻഡ് ഹൈജീൻ ചെയ്തിരിക്കണം. If a person has contagious disease or is on contact precautions, clothes should be washed separately. The washing machine must be disinfected after washing. ഇനി അതായത് ഇപ്പൊ ഒരു പേഴ്സണ് എന്തെങ്കിലും ഒരു പകർച്ചവ്യാധിയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു അസുഖം വിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോ എന്താണ് കോണ്ടാക്ട് പ്രിക്കോഷൻസ്, നമുക്കിപ്പോ സമ്പർക്കം മൂലം കിട്ടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ കോവിഡ് ഒക്കെ വരുന്ന ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസ് ഉപയോഗിച്ച ഡ്രസ്സുകൾ, അതായത് ആ ഡ്രസ്സിലൂടെയും നമുക്ക് ചിലപ്പോൾ അസുഖം പകരാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ക്ലോത്ത്സ് സെപ്പറേറ്റഡ് ആയിട്ട് വാഷ് ചെയ്യാൻ വേണം. ആ വാഷ് ചെയ്തതിന് ശേഷം വാഷിംഗ് മെഷീൻ ഡിസിൻഫെക്റ്റഡ് ചെയ്തിരിക്കണം, അണുമുക്തമാക്കണമെന്ന്. ഒന്ന് ബ്ലീച്ചിങ് പൗഡറോ എത്തോളൊക്കെ ഉപയോഗിച്ചിട്ട് അണുമുക്തമാക്കിയതിനു ശേഷമേ മറ്റ് വസ്ത്രങ്ങൾ നമ്മൾ അലക്കാൻ പാടുള്ളൂ. കാരണം ഇൻഫെക്ഷൻസ് പകരാൻ ചാൻസ് ഉണ്ട്. മറ്റു തുണികളിലോട്ട് വാഷിംഗ് മെഷീനിൽ ചിലപ്പോൾ പറ്റി പിടിച്ചിരിക്കാം അണുക്കൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനൊന്ന് ഡിസിൻഫെക്റ്റിംഗ് ചെയ്തിട്ട് മാത്രമേ അടുത്ത തുണികൾ നമുക്ക് അതിലേക്ക് ഇട്ട് അലക്കാനായിട്ട് പാടുള്ളൂ. കോവിഡ് ഒക്കെ വന്നപ്പോ അങ്ങനെയാണ് നമ്മള് സെപ്പറേറ്റ് ചെയ്തൊക്കെ അലക്കിയിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാട്ടോ. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇനി ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഏകദേശം മതിയാവും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ. ക്ലാസ് നേരത്താക്കില്ല.
ഏകദേശം ഒരു ക്ലാസ് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ലോണ്ടറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമുക്ക് ഇനി വരുന്ന സെക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എടുത്ത അത്രയും ക്ലിയർ ആണോ? ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ഒന്നും ചെയ്യേണ്ട, കാരണം നമ്മള് ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അല്ലെങ്കിൽ റിപ്പീറ്റേഷന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. അത്ര എന്താ ഒരു മെഡിക്കൽ ടേമുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.